ഈ പാട്ടുകളൊക്കെ പാടുമ്പോഴും മ്യൂസിക് ചെയ്യുമ്പോഴും ഒരാളെ എപ്പോഴും ഓർമ്മ വരും. ഞാൻ ഷാൻ തന്നെ വിളിക്കുള്ളൂ. ജോയ് ചേട്ടൻ, ഞാൻ ഭയങ്കര അഡിക്റ്റ് ഫാനാണ് ജോയ് ചേട്ടൻ്റെ ആക്ടിങ്ങിൻ്റെ. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വരുമ്പോഴും നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ടായിരുന്നു അതിനകത്ത്. നിന്റെ കൺകളിൻ മലരമ്പുകൾ എൻ്റെ ജീവനിൽ തറയും 24 മണിക്കൂർ സിനിമ. ഞാൻ വർക്കില്ലെങ്കിലും സ്റ്റുഡിയോ പോയിരിക്കും. എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും എന്തിനാ അവിടെ പോയിരിക്കണം ചോദിക്കും. എൻ്റെ ജീവനിൽ തറയും ബാലഭാസ്കറിൻ്റെ അടുത്ത് എത്താൻ വരെ കാരണമാകാം നിന്റെ ഭാവവും മറയാതെയായി. എൻ്റെ സിനിമയിലെ ഒന്നുമല്ല ഞാൻ. എന്നെ എന്തിന് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? ആ പ്രൊട്ടക്ഷൻ അവിടെ നിന്ന് ഉണ്ടാവും. ഒരിക്കലും സിനിമാക്കാരൻ ചെയ്യില്ല, ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ ചെയ്യില്ല. ആര് ചെയ്യും? ഒരു ഹ്യൂമൻ ബീങ് ചെയ്യും. എൻ്റെ ജീവനിൽ നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ, എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, ഈ പാട്ടുകളൊക്കെ പാടുമ്പോഴും മ്യൂസിക് ചെയ്യുമ്പോഴും ഒരാളെ എപ്പോഴും ഓർമ്മ വരും. ഞാൻ ഷാൻ തന്നെ വിളിക്കുള്ളൂ. ആ പേര് മാറിയ കഥയിലൂടെ നമുക്ക് തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. ഞാൻ ഷാൻ എന്ന് വിളിക്കും. അതെ, പേര് മാറിയ കഥയിൽ നിന്ന് തുടങ്ങാം നമുക്ക്. അതെ, എൻ്റെ പേര് ഷാൻ എന്നായിരുന്നല്ലോ. അപ്പം ശരിക്കും ഞാനൊരു 2010 കന്നഡ ഒരു വർക്കിന് വേണ്ടി ജാസിയുടെ, ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു, ജാസിയുടെ വർക്കിന് വേണ്ടി പോയി. അപ്പോൾ ജാസി രാത്രി ഉറങ്ങിയ സമയത്ത് ജാസിയുടെ ഉറക്കം തന്ന പേരാണ് എനിക്ക്. ജാസി പറഞ്ഞു, എടാ ട്രാക്ക് പാടണം, അപ്പം നീ കിടന്ന് ഉറങ്ങി. എനിക്ക് നല്ല പുള്ളിക്ക് പ്രഷറിനെ കൊണ്ടാകുന്ന സമയത്തായിരുന്നു. നീ ഒന്ന് ചെയ്ത് വയ്ക്കാൻ. നമ്മൾ കൂടി പ്രശ്നമായിരുന്നു. ഇല്ല, ഞാൻ ഉള്ളപ്പോഴും പ്രഷർ കുറേനെ. അപ്പോൾ ശരിക്ക് ആ പാട്ട് ആത്തിഫ് അസ്ലം പാടാൻ വെച്ചിരുന്ന പാട്ടായിരുന്നു. ഞാൻ രാത്രി, അപ്പോൾ ആ പാട്ട് നല്ലൊരു കമ്പോസിഷനാണ്. ഞങ്ങൾ ഒരുമിച്ച് ഉള്ള സമയത്ത് കമ്പോസ് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്ത് അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓൾറെഡി ചെറുതായിട്ട് ഇങ്ങനെ മെനിങ്ങിയിട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്ന ആളായിരുന്നു. ഞാൻ വിളിച്ച് കുലുക്കി എണിപ്പിച്ചിട്ട് ഓരോ വരിയുടെ അർത്ഥം കന്നഡായിരുന്നു. ഓരോ വരി അത്ര എഫേർട്ട് എടുത്തൊരു പാട്ട് ഒരു 4 o'clock 5 o'clock ആയപ്പോൾ ഞാൻ പാടി തീർത്തു. അതിനുശേഷം രാവിലെ ഗണേഷ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഗണേഷ് എന്ന ഗോൾഡൻ സ്റ്റാർ, പുള്ളി വന്ന് അത് കേട്ടിട്ട് പറഞ്ഞു, ഇത് നന്നായിട്ട് പാടിയിട്ടുണ്ട്, ആരാ പാടിയെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇയാളാണോ? ഇയാളാണോ? അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, ആത്തിഫ് അസ്ലം പാടണ്ട, ഇത് തന്നെ ഇരിക്കട്ടെ. ഞാൻ ഹോട്ടൽ റൂമിൽ ഇരുന്ന് പാടിയ പാട്ടാ. എന്നിട്ട് എൻ്റെ അടുത്ത് ഡയറക്ടർ എന്ന് പറഞ്ഞു, പേരെന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ ഷാൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ഷാൻ ഓൾറെഡി നമ്മളെ പടത്തിൽ 2 പാട്ട് പാടിയിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങൾ പേര് മാറ്റാൻ പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ അന്ന് ഈ ഗൂഗിളും എൻ്റെ പേരടിക്കുമ്പോൾ എൻ്റെ ഫോട്ടോയൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ, അതും ഷാനിൻ്റെ പേരിൽ. പറ്റൂല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 പാട്ട് ഓൾറെഡി ഉണ്ട്, ഷാനിൻ്റെ പേരിൽ 3 പാട്ട്. ഇത് ഏത് ഷാനാണോ? ആ ഷാനാണല്ലോ, ഈ ഷാൻ എന്ന് പറഞ്ഞു. പുള്ളി ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ് സിംഗറാണ്, നമ്മുടെ ഹിന്ദിയിലെ ഷാൻ. അപ്പം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു പേര് കണ്ടുപിടിച്ചതാണ്. ഷാൻ പോകാനും പാടില്ല, ഐ ഫ്രണ്ടിൽ. ഞാനാണ് ആ ഷാൻ, ഈ ഷാൻ. അങ്ങനെയായി മാറിയാണ്. ദേവ് എന്നുള്ളത് എൻ്റെ അപ്പൂപ്പൻ്റെ പേരായിരുന്നു, ദേവ്. അപ്പോൾ അതും കൂടെ ഇങ്ങോട്ട് ഫിക്സ്. അപ്പോൾ ഇഷാൻ ദേവ് എന്നൊരു പേര് ശരിക്കും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വളരെ റെയറാണ്. ഇഷാൻ ദേവ് ഒരു ഹിന്ദി നെയിം ഒക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കേളക്കട്ടെ, പോണ വഴിക്കിരിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ ഏറ്റവും തമാശ കേട്ടോ, പേര് മാറിയത് കൊണ്ടാണോ പിന്നെ സോങ് പാടിയത് കൊള്ളാണ് അറിഞ്ഞത്. ആ വർഷത്തെ ബെസ്റ്റ് സിംഗർ ഞാനായിരുന്നു കന്നഡയിൽ കിട്ടിയത് അല്ലേ? എനിക്ക് അവാർഡ് തന്ന പേരും കൂടെയാണ് ആക്ച്വലി. അപ്പോൾ ഒരു ലൈഫിൽ ഏറ്റവും ചെറിഷ് ചെയ്യേണ്ട ഒരു മൊമെന്റ്സ് ഉണ്ട്. ഞാൻ മ്യൂസിക് നിർത്താമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ദുബായിൽ ഒരു റേഡിയോയിൽ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറായിട്ടൊക്കെ ആ സമയത്ത്, ജീവിതം അറിയാമല്ലോ, നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ശരി ഓക്കെ ദുബായിലോട്ടൊക്കെ വരാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇവിടെ നമുക്ക് സിനിമയിലൊന്നും ട്രൈ ചെയ്യാൻ നടക്കുമെന്നില്ല. എനിക്ക് അങ്ങനെ ഈ മത്സര ബുദ്ധി ഒരാളൊന്നുമല്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടിയ പോണ ആളാണ്. പറഞ്ഞു, നീ കുഴപ്പമൊന്നുമില്ല. വൈഫ് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. കുഴപ്പമില്ല, നിനക്ക് ഇത്രയും കോൺടാക്ട്സ് ഉണ്ടല്ലോ, നിനക്ക് ഭയങ്കര കഴിവാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷനൊക്കെ തന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു ആ സമയത്ത്, മെൻ്റലി. ആ സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ ഒരുപാട് ഗുരുക്കന്മാർ ബാക്കിൽ പഠിപ്പിച്ച ആൾ, അങ്ങനെ വന്ന ആളാണ് ഞാൻ. എൻ്റെ അച്ഛൻ മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ ആ ഒരു പിൻബലം ഉള്ളപ്പോൾ തന്നെ ഞാൻ ഡള്ളായപ്പോൾ മ്യൂസിക് എനിക്ക് തന്നൊരു ചവിട്ടായിട്ടാണ് ഈ പേരും ഈ അവാർഡും. അതാണ് എൻ്റെ ഇഷാനായി മാറിയത്. പുതിയൊരു കുതിപ്പ് അതിൽ നിന്നാണ് ഉണ്ടായത്. നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അതെ, 100%. അത് എന്തു പറയാനത്, ഐ ബിലീവ് ഇൻ മ്യൂസിക് ആക്ച്വലി. മോർ ദാൻ എനിത്തിങ് എനിക്ക് ഒറ്റ വിശ്വാസമുള്ളൊരു കാര്യം മ്യൂസിക്കിനാണ്. അപ്പോൾ അത് നമ്മളെ പുഷ് ചെയ്യും, നമ്മളറിയാതെ നമ്മളെ ബാക്കിൽ നിന്നൊരു ഇതായിട്ട് വർക്ക് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആ വിശ്വാസം ഇവിടം വരെ എത്തിച്ചിരിക്കുന്നു. 100%. നമ്മൾ പുതിയ സിനിമയുടെ കഥയിലേക്ക് വന്നു അല്ലേ? അതെ. ഇന്നലെ നമ്മൾ ദുബായിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ സിനിമയെ കുറിച്ച് നമ്മൾ ഒത്തിരി, ജോജു നായകനാകുന്ന ജോയ് ചേട്ടൻ, ഞാൻ ഭയങ്കര അഡിക്റ്റ് ഫാനാണ് ജോയ് ചേട്ടൻ്റെ ആക്ടിങ്ങിൻ്റെ. അതുപോലെ തിരിച്ചും ജോയ് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പാട്ട്, മറ്റേ പാട്ടില്ലട ഞാൻ എപ്പോഴും കേൾക്കുന്നു പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫ്രണ്ട്ലി, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ലോക്ക്ഡൗൺ ടൈമിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ട് വരുന്നു.
ആ സമയത്ത് എൻ്റെ ഫാനായിട്ട് വന്ന ആളാണ് ജോയി ചേട്ടൻ. ശരിക്കും അങ്ങനെ ഒരു ഞാൻ ആദ്യം അങ്ങോട്ട് ഇരിക്കുക, ചേട്ടാ ഞാൻ ഭയങ്കര ഫാനാണ്, അടാ എനിക്ക് നല്ല പാട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ജോയി ചേട്ടൻ്റെ ഒരു തനത് ശൈലിയിൽ സ്റ്റൈലുണ്ട്. അപ്പം എന്നിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എടാ നമുക്ക് എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണം, സാധാരണ ഈ സിനിമാക്കാരെല്ലാം പറയുന്ന വർക്ക് ഇതാണല്ലോ, നമുക്ക് വർക്ക് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ ആ വാക്ക് കീപ്പപ്പ് ചെയ്യുകയും ഒരു വർക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ അത് കറക്റ്റ് വർക്കൗട്ടായി, അത് പുലിമട വരെ എത്തി എന്നുള്ളതാണ്. ഏറ്റവും വലിയ തമാശ, എൻ്റെ ഫസ്റ്റ് വർക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് AK സാറിൻ്റെ കൂടെ 2005 ടൈഗർ. അതെ അതെ. അത് ശരിക്കും AK സാറിൻ്റെ സ്ക്രിപ്റ്റും ഷായി സാറിൻ്റെ ഇതാണ്. തിരിച്ച് ഞാൻ വീണ്ടും ഒരു കംബാക്ക് നടത്തുന്ന പടം എന്ന ലെവലിലും ഇത് വർക്കാവും. പുലിമട, അത് അതിൻ്റെ പേര് ടൈഗർ എന്നായിരുന്നു, ഇത് പുലിമട. ഒത്തിട്ടുണ്ട് അല്ലേ? ഈ സാജൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, സാഞ്ചറിനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നമ്മുടെ ഒരു ഫംഗ്ഷൻ വെച്ചപ്പോഴാണ്. അപ്പോൾ ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് കുറേ പറയാം, പാട്ടുകൾ ഭയങ്കരമാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമാണ്, അപ്പോൾ കൂടെ നിൽക്കണം, ജോജിയൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞു. അത് തന്നെയാണ് നമ്മൾ ഇന്നലെ സംസാരിക്കുന്നത്. സാജൻ്റെ ഒരു പോക്ക്, അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളൊക്കെ ഹിറ്റ് സിനിമകളുമാണ്, ഇല്ലാന്ന് പറഞ്ഞു. ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും അദ്ദേഹം ഇറങ്ങിയത്. ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് സ്ക്രിപ്റ്റിനെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കണം, മേക്കിംഗ്. ഇതൊരു എനിക്ക് തോന്നിയിട്ടൊരു പുതിയൊരു പരീക്ഷണം, സാജൻ സാറിൻ്റെ ഒരു ശൈലിയിലല്ലാത്തൊരു പടമാണ്. ഒരു എന്താ പറയുക, ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡും ഒരു എന്താ പറയുക, ജോജി ചേട്ടൻ്റെ അഭിനയ സാധ്യതകളെ പുറത്തെടുക്കുന്ന പരിപാടിയും, അതൊരു വല്ലാത്തൊരു വേറൊരു സബ്ജക്റ്റാണ് ആക്ച്വലി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ഭാഗ്യം എന്ന് വെച്ചാൽ ഈ പടത്തിൽ സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ. സാധാരണ ഇപ്പോൾ പറയില്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അവിടെ നായിക വരുന്നു, ഇങ്ങനെയാണ് സിറ്റുവേഷൻ, അങ്ങനെയല്ല. എന്നെ ഫുള്ള് സ്ക്രീനിൽ പടം കാണിച്ചിട്ടാണ് കമ്പോസ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയാണ്, ഇതാണ് സിറ്റുവേഷൻ, ഇന്ന റീജിയൻ തൊട്ട് ഇങ്ങനെ റീജിയൻ വരും, ആ റീജിയനകത്ത് നമുക്ക് ഇതിൻ്റെ ഇമോഷനെ ഇത് അടുത്ത ലെവലിലോട്ട് ചെയ്യണം, അവൻ്റെ വികാരങ്ങളെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ പോലത്തെ ഒരു പാട്ടാണ് വേണ്ടത്. അങ്ങനെ ചെയ്തൊരു, അപ്പം സ്ക്രിപ്റ്റുമായിട്ട് ഭയങ്കര മെർജായിട്ടുള്ള ഈ പാട്ട് യൂട്യൂബ് റിലീസായി. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വരുമ്പോഴും നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ടായിരുന്നു അതിനകത്ത്. കുറച്ച് ഫ്രണ്ട്സ് അത് അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ലെന്ന്. അപ്പം ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് ഈ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള പടത്തിൽ വന്ന പാട്ടെന്ന നിലയിലാണ് അത് വർക്കായിരിക്കണത് എപ്പോഴും. അത് അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നത്, നമ്മളല്ല നോർമൽ ഒരു കൺവെൻഷണൽ രീതിയിൽ കമ്പോസ് ചെയ്യാതെ ഇങ്ങനെ ഒരു പുതിയ മെത്തേഡ്, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇന്നോവേറ്റീവായിട്ട് എന്താ പറയാൻ, ഒരു മ്യൂസിക് ലാംഗ്വേജ് നമുക്ക് ഇതിനകത്തോട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഇതുണ്ട് ഈ പടത്തിനകത്ത്. അങ്ങനെ ഒരു വർക്കായിട്ട് തന്നെ പടം റിലീസിന് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ റിലീസിന് പ്രേക്ഷകർ കൃത്യമായിട്ട് കണ്ടു തന്നെ അഭിപ്രായം പറയണം, ഉറപ്പായിട്ട് എല്ലാവരും കാണും, പറയണം എന്നുള്ളതാണ്. 3-ാം വയസ്സിൽ പാട്ട് പാടി തുടങ്ങി എന്നാണ് എൻ്റെ ഒരു അറിവ് അല്ലേ. പിന്നീട് അച്ഛൻ്റെ കൂടെ, അച്ഛനാണ് ആദ്യ ഗുരു, പിന്നീട് പല ആളുകളുടെ അടുത്തും പോയിരുന്നെങ്കിലും മനസ്സിലെന്നും ഓർത്തു വെക്കാവുന്ന ഒരു പാട്ടാണ്. നമ്മൾ ആദ്യം പാടിയ ഒരു പാട്ടായിരിക്കുമല്ലോ എന്നും പ്രണയം. എനിക്ക് എനിക്ക് ഈ സീസണിലാണ് പാട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലർ ചോദിക്കുക ഇഷ്ടപ്പെട്ട കളർ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് തന്നെ സ്കൈ ബ്ലൂ വരും, പിങ്ക് വരും, മഞ്ഞ വരും എന്ന് പറഞ്ഞ പോലെ ഈ പാട്ടിന് അങ്ങനെ സ്ഥായിയായിട്ടൊരു സ്ഥലമില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരു പാട്ടായിരിക്കും പാടണം, ഒരിക്കലും പാടാത്ത പാട്ടായിരിക്കും. പക്ഷേ സ്റ്റിക്ക് ഓൺ ആയിരിക്കും. നേരത്തെ പറഞ്ഞാൽ എപ്പോഴും മനസ്സിലുള്ള ഒരുപാട് പാട്ടുകളുണ്ട്, അതിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാട്ടുകളാണ് ഞാൻ എപ്പോഴും പാടാറുള്ളത്. നേരത്തെ പറഞ്ഞ അങ്ങനെ അത് ഫീലിങ്സും നമ്മളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളതും. ഞാൻ പണ്ട് താരാപഥം കേൾക്കുമ്പോൾ എപ്പോഴും കരയുമായിരുന്നു 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഞാൻ ഇതിന് എന്തിനാണ് ഞാൻ കരയണേ? ആ പാട്ടിനുള്ള ആ വൈകാരികതയും ശരിക്കും ആ പടം കണ്ട എൻ്റെ വിഷ്വലും, മമ്മൂട്ടി മരിച്ചു എന്ന വിഷ്വലൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ശ്വേതാ മേനോൻ മരിച്ചു, അപ്പോൾ മമ്മൂട്ടിയുടെ വികാരങ്ങൾ അതൊക്കെയാണ് എന്നെ തറച്ചെന്ന് പിന്നെയാണ് പിൽക്കാലത്താണ് മനസ്സിലാവണം ആക്ച്വലി. അപ്പം അങ്ങനെ താരും തളിരും മിഴിപൂട്ടി അതൊക്കെ ശരിക്കും നമ്മൾ നേരത്തെ കേൾക്കുമ്പോൾ താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാം, അങ്ങനെ ഒരു എന്തോന്ന് കൊളുത്തി വലിക്കുന്ന ഫീലായിരിക്കും. താരാപഥം സെയിമാണ്. അതൊക്കെ ശരിക്കും നമ്മളെല്ലാം വൈകാരിക തലത്തിൽ സമീപിച്ചുള്ള പാട്ടുകളാണ്. ഇപ്പം ഞാൻ പെട്ടെന്ന് പാടിയില്ലേ ഈ താരും തളിരും, ഞാൻ ഒരിടത്തും പാടിയിട്ടില്ല, ഇൻ്റർവ്യൂ പാടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ഞാൻ അത് തന്നെ പാടാം. താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി ഏകയായി കേഴുമ്പോൾ കേൾപ്പൂ ഞാൻ നിൻ സ്വനം. ഇത് ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പാട്ടുകളാണ് പാടാറുള്ളത് എപ്പോഴും. എനിക്ക് കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്യും ഇങ്ങനെ ഷാനി പാട്ട് പാടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അത് ഇപ്പം ഹൈദർക്ക് നമ്മളിപ്പം എന്താ പറയാൻ ഗഫൂർ ഷാ പരിചയപ്പെടുത്തി. അപ്പം ഗഫൂർ ഷാ പരിചയപ്പെടുത്തിയാലും എനിക്ക് ഹൈദർ അലി ഇഷ്ടപ്പെടണം, എങ്കിലേ എനിക്കൊരു വൈബ് അടിക്കൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെയാണ് എൻ്റെ പാട്ട്. നിങ്ങൾ പറയുന്ന പാട്ട് ചിലപ്പോൾ ആയിട്ട് കണക്റ്റ് ആവില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ പോലെയാണ് പാട്ടുകൾ സുഹൃത്തുക്കളെ പോലെ ഒന്ന് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് എപ്പോഴും സുഹൃത്തുക്കൾ അങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്നത് പാടണം. ഞാൻ എപ്പോഴും ഈ പാട്ടുകൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയും, നിങ്ങളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കുക, അടുത്ത സുഹൃത്തിന് കൈമാറുക. ചിലപ്പോൾ അതിന് 100 പാട്ട് കൊടുക്കുമ്പോൾ 2 പാട്ട് ഇഷ്ടപ്പെടുള്ളൂ. സുഹൃത്തുക്കളെ പോലെയാണ് നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പെട്ടെന്ന് മെർജാവും. സെയിം
മ്യൂസിക്കിലും അത് ആപ്ലിക്കബിൾ ആണ് ആക്ച്വലി സോങ്സിനകത്ത്. അതെ അതെ. ഈ മലയാള സിനിമയിൽ വേണ്ടത്ര നിലയിലേക്ക് ആ, ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ സത്യമായിരിക്കും? നിങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ അല്ലേ? ഞാനൊന്നും പറയില്ല. അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല, എനിക്കങ്ങനെ അത് എനിക്ക് തോന്നുന്നു എനിക്ക് സെനാരിയോ മാറുന്നതനുസരിച്ച് എപ്പോഴും നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴും ഹിറ്റുകളുടെ പുറകിലും, അല്ലെങ്കിൽ ഞാൻ പണ്ട് 2000 എൻ്റെ ഒരു ന്യായമായിട്ടുള്ളൊരു എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറയട്ടെ. ഞാൻ പണ്ട് 19 വയസ്സുള്ളപ്പോഴാണ് ലജ്ജാവതിൽ പാടുന്നത് ആ ഹമ്മിങ്. ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് ഒക്കെ ആയിരുന്നു ജെസ്സിലൂടെ. കുറേ പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനായി 2005 ടൈഗറിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് 22-23 വയസ്സേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്ന സെനാരിയോയിൽ ഞാൻ വിചാരിക്കുന്നു ഈ പടം ഇറങ്ങി കഴിയുമ്പോൾ എൻ്റെ കഴിവ് കണ്ടിട്ട് ആൾക്കാർ എന്നെ വിളിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണല്ലോ ഒരു രീതി, എപ്പോഴും ഒരു ആ പടം 100 ദിവസം ഓടി, അടുത്ത ചിന്താമണി കൊലക്കേസ് 100 ദിവസം ഓടി. പക്ഷേ എന്നെ അപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്യണ ഒരു ടൈറ്റിൽ സോങ് ചെയ്യണ പയ്യൻ എന്നുള്ള ലെവലിലാണ്. അതപ്പോൾ എന്നെ അപ്പോഴേ എനിക്ക് ടൈറ്റിൽ സോങ്ങുകളാണ് വന്നതെല്ലാം. ആ ഇപ്പോഴത്തെ ടൈറ്റിൽ സോങ്ങുകളൊക്കെ ഞങ്ങൾ 2005 കഴിഞ്ഞ കളഞ്ഞ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഡോൺ മാക്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല. ഡോൺ മാക്സ് ഒരു ടീമായിരുന്നു ആക്ച്വലി. അപ്പം ഞാൻ പറഞ്ഞ ആ സെനാരിയോയിൽ ഒരു ടൈപ്പ് കാസ്റ്റ് പരിപാടി ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ ഒതുങ്ങിപ്പോയുള്ള കാരണം ഞാൻ പിന്നീട് പിൽക്കാലം നമ്മൾ സിനിമയിൽ വന്നിട്ട് കുറേ വർഷം കഴിയുമ്പോൾ ഈ സാധനങ്ങൾ മനസ്സിലാവുള്ളൂ. ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ നമുക്കൊരു ഇയാൾ നല്ല ഒരു ഭയങ്കര ഒരു കഴിവുള്ള ആളാണ്, അപ്പോൾ അയാൾ ഉപയോഗിച്ച് നോക്കാം എന്ന് ആരും ചിന്തിച്ചതായിട്ട് എനിക്കറിയില്ല. ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പം അങ്ങനെ ഒരു സ്ഥലം ഇപ്പോഴാണ് വന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ വിഷയമായിട്ട് തോന്നി. പിന്നെ സിനിമയിലുള്ള ഒരു ഇടിച്ചു കയറ്റം, അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ചാൻസ് തരും, അല്ലെങ്കിൽ അവർ പോയിട്ട് കണ്ട് ഇവിടെ പണ്ട് അങ്ങനത്തെ ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ ലിബറലാണ് ആ കാര്യത്തിൽ. കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതും പണ്ട് കുറച്ചും കൂടെ എൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ ഭയങ്കര എന്താ പറയാൻ ഒരു അന്തർമുഖൻ. എൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ? അതിൽ വേറെ വാക്ക് പറഞ്ഞാൽ ഷൈ ആയിരുന്നു. ഇല്ല, ഞാൻ ഭയങ്കര ഷൈ ഒന്നുമല്ല, ഞാൻ ഭയങ്കര ഓപ്പൺ ഒക്കെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ബിക്കോസ് നമ്മളൊരു ഇതൊരു കഴിവെന്ന നിലയിൽ നമ്മൾ സ്വയം അംഗീകരിക്കുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പം പിന്നെ ഈ പറഞ്ഞ പൊളിറ്റിക്സിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതിനകത്തുള്ള സിനിമയ്ക്കകത്തുള്ള തനത് പൊളിറ്റിക്സ്. പിന്നെ ഇതൊരു സിനിമ എന്ന് പറയുന്ന വ്യവസായ സ്ഥലമാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഇതൊരു കലയെ ഭയങ്കര ഉദാത്തമായി സമീപിക്കുന്ന ആൾക്കാർ എൻ്റെ ഫ്രണ്ടിൽ വന്നില്ല. എന്നെ വയ്ക്കുമ്പോൾ തന്നെ ചോദിക്കും എത്ര രൂപയാവും, അല്ലെങ്കിൽ ഇയാൾ ആരാണ്, ഇയാൾ തിരുവനന്തപുരത്ത് തരണ വേണ്ട എന്ന് പറയുന്ന സ്ഥലം വരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് സ്ഥലത്തിൻ്റെ പേര് ഉറപ്പായിട്ട് എൻ്റെ ഒരു ഞങ്ങളുടെ സുഹൃത്തുക്കൾ അപ്പോൾ കൊച്ചിയിൽ ഒരു 2 വർഷം അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേരിൽ തിരുവനന്തപുരം കാരണം മാറ്റി നിർത്തുമ്പോൾ അങ്ങനെ ലോബി, ഇപ്പൊ കൊച്ചി ലോബി അങ്ങനത്തെ ലോബികളുണ്ടോ? അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ പേര് പറഞ്ഞ് എന്നെ മാറ്റി. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ പേര് പറഞ്ഞ് മാറ്റിയ ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് സഹതാപേ ഉള്ളൂ. ബിക്കോസ് അവൻ ഒരു വേർഡ് കൊണ്ട് എന്നെ മാറ്റുമ്പോൾ അവരുദ്ദേശിക്കണം ചിലപ്പോൾ ഒരു 10-30 ലക്ഷം രൂപ 25 ലക്ഷം രൂപയുടെ കച്ചവടം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അവരുദ്ദേശിക്കണം എന്നെ മാറ്റി കഴിഞ്ഞാൽ അടുത്തൊരാളെ ഒരാൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് കിട്ടുന്ന കമ്മീഷനായിരിക്കും അത്. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എൻ്റെ കഴിവിനെ ഞാൻ ഈ ജന്മപൂരിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത എൻ്റെ കഴിവിനെ തള്ളിപ്പറയണ പരിപാടി ഒരു പേരിൻ്റെ സ്ഥലത്തിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെയൊക്കെ മാറ്റിക്കളയും. നമ്മൾ അങ്ങനെ എന്താ പറയുക ഒരു കലാകാരൻ്റെ നിലയിലോ നമ്മൾ എടുക്കുന്ന എഫർട്ട് ഉണ്ടല്ലോ സാർ, അതിനാ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എല്ലായിടത്തും ഇപ്പം നിങ്ങൾ അച്ചീവ് ചെയ്യണതാണ് ആരും അച്ചീവ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു നിലയിൽ ഒരു പെർസെൻറ്റേജ് അല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മര്യാദ എന്ന ലെവൽ അത് മിനിമം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ചില സമയത്ത്. ഈ സ്ഥലത്തിന്റെ പേരിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിൽ തന്നെ തുടങ്ങും. പണ്ട് തൊട്ട് അത്തരം ലോബികൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും തുടരുന്നുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ലോബി ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഒരു സംഘടനയാണെങ്കിൽ പോലും ആ സംഘടനയിൽ തന്നെ ലോബിയായിട്ട് തിരിയുന്നത് തിരുവനന്തപുരം ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പുകൾ തിരിക്കുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകൾ തിരിക്കപ്പെടുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് നിലനിന്ന് പോകുന്നുമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെ തുടരുകയാണെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ഇപ്പോഴും വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരാൾ ജോർജിനെ പോലെ കാണുമെന്നാണ്. ബിക്കോസ് പുള്ളി തീർച്ചയായിട്ടും സ്ട്രഗിൾ ചെയ്ത് ലൈഫ് പഠിച്ച് ഞാനും അങ്ങനെയൊക്കെയാണ്. എൻ്റെ ലൈഫിനകത്ത് ഈച്ച് ആൻഡ് എവറിത്തിങ് പട്ടിണി കിടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇതെല്ലാം സ്ട്രഗിൾ ചെയ്ത് അപ്പോഴും നമ്മൾ ഇത് വിടാതെ ഇതിന് വേണ്ടി ഞാൻ ഇപ്പോഴും ആലോചിക്കും. ഞാൻ ഒരു ജോജിച്ചേട്ടന് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുള്ളി 10 പ്രാവശ്യം ഫോൺ വിളിച്ചാലും എടാ ഇതെടുത്ത് അങ്ങോട്ട് എടാ ഇങ്ങനെ ചേടാ ആ സിനിമ ഒന്ന് മറ്റേടാ ആടാ ഷാന ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ഞാൻ ഇപ്പോൾ വിളിക്കാം, അടുത്ത ആൾ മീറ്റ് ചെയ്യാൻ വരുന്നു. 24 മണിക്കൂർ സിനിമ. ഞാൻ വർക്കില്ലെങ്കിലും സ്റ്റുഡിയോ പോയിരിക്കും. എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും എന്തിനാ അവിടെ പോയിരിക്കണം ചോദിക്കും. അതാണ് എൻ്റെ സ്വർഗ്ഗം. ഞാൻ വർക്ക് ചെയ്താലും എനിക്ക് സിനിമ വർക്ക് ചെയ്തില്ലെങ്കിലും എനിക്ക് എൻ്റെ സ്റ്റുഡിയോക്കകത്ത് പോയി പാട്ട് കേൾക്കുകയും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതും
നിങ്ങൾ എന്തിനാണ് ഈ കവർ സോങ് ഒക്കെ ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ട് കമ്പോസർ അല്ലേ, പാടിക്കൂടി, നിങ്ങൾ സ്വന്തമായിട്ട് പാടി ചെയ്തുകൂടെ എന്നൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കും. കമൻറ്റൊക്കെ ഇടും ആൾക്കാരൊന്ന്, വല്ലവൻ്റെ പാട്ട് ഓടിയാണ് നീ ജീവിക്കണം എന്നൊക്കെ ചോദിക്കും. ഇതിലൊക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ആത്മസംതൃപ്തിയാണ്. ആക്ച്വലി ആസ് എ കലാകാരൻ എനിക്കിഷ്ടമുള്ള എന്നെ അടുത്ത ലെവലിലോട്ട് പുഷ് ചെയ്യണ കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നോട്ട് ദ പോയിന്റ്, അവിടെയാണ് പോയിന്റ്, അതാണ് പോയിന്റ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോജു ജോർജിനെ പോലെ വളരെ സിൻസിയറായിട്ട് ഉള്ളൊരു ഹ്യൂമൻ ബീങ് എൻ്റെ ഫ്രണ്ടിൽ വരണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിസിനസ്സുകാരന്, ഒരു സിനിമക്കാരന് വന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന കലയെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫർട്ടിന് നമുക്കൊരു ഇത് അയാൾ കൊള്ളാമല്ലോ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ആൾക്കാർ വരാറില്ല. ചില സമയത്ത് അങ്ങനെ ഒരു സംഭവിക്കാറില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ അതിന് പുതിയ റിസർച്ച് ചെയ്യണം. അല്ല, ഇപ്പോഴും ആ പഴയ കൂട്ടുകെട്ടിൽ തന്നെ എത്തി നിൽക്കുന്നത് അവിടെയാണ് എൻ്റെ ഒരു. പക്ഷെ അതിനകത്തൊരു ഞാൻ ഇപ്പോഴും ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്നത് എപ്പോഴും ജോജു അണ്ണനാണ്. ഇതിനകത്തും പ്രശ്നം നടന്നു. ഞാൻ ഈ പടത്തിനകത്ത് ജോയിൻ ചെയ്യുമ്പോഴും അതിനകത്ത് കുറച്ച് ഈ പൊളിറ്റിക്സും അത് ഇതൊക്കെ വന്നിട്ട് ഞാൻ മാറുമ്പോഴും അതിനകത്ത് ചെറിയൊരു പ്രശ്നം വരുമ്പോഴും ജോജു ജോർജ് എന്നോടത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ അത്ര ഇതില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നിയെന്ന് ചോദിച്ചു. ആ പുള്ളി അവിടെ പ്ലേസ് ചെയ്തു. അതൊരിക്കലും എനിക്ക് തോന്നുന്നു വേറൊരു സിനിമാക്കാരൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. എനിക്കൊരു 10-15 വർഷമായിട്ട് ഈ ഫീൽഡുമായിട്ടുള്ള ബന്ധമുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലം നമ്മളെ ഇപ്പം ഞാൻ ഹൈദരാലിജയെ വിളിക്കുന്നു, ഒരു 3 പ്രാവശ്യം വിളിച്ചു. 3 പ്രാവശ്യം വിളിച്ചില്ല, ഫോൺ എടുത്തില്ലെങ്കിൽ തീർന്ന്. ഞാൻ വിളിച്ചു, കട്ട് ചെയ്തു. 3 കട്ട് ചെയ്താൽ ഞാൻ പിന്നെ വിളിക്കൂല, അല്ലേ? അതാണ് അത്രയുള്ള സിനിമാക്കാരുടെ. ഞാൻ വിളിച്ചു, ജോജു ചേട്ടനെ വിളിച്ച് 2 പ്രാവശ്യം എടുത്തില്ല, 3 പ്രാവശ്യം ഇടാതെ എനിക്ക് തന്നെ ഒന്ന് കാണണം, ഇങ്ങനെ പ്രശ്നമുണ്ട്, നമുക്കിതൊരു നടക്കൂല എന്ന് പറയുമ്പോൾ ഞാൻ പറയും കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അത് അണ്ണൻ 50ാമത്തെ പടം ചെയ്യുന്നു, അപ്പോൾ ചെയ്യാൻ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ്, അതല്ല നീ അത്രയ്ക്ക് എന്നെ കുറഞ്ഞവരായിട്ടാണോ കാണുന്നത്, അല്ല ഇന്ന പടം നീ ചെയ്യും, ആ വേർഡാണ്. അപ്പം ഞാൻ പറഞ്ഞ അത്തരത്തിൽ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ കലയുടെ അപ്പുറത്തോട്ട് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഹ്യൂമാനിറ്റി നമ്മളെ അപ്പുറത്തിരിക്കുന്ന, ഇപ്പോൾ ഹൈദരാലിയെ ഞാൻ മനസ്സിലാക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ വളരുകയും എൻ്റെ കല അതിന് തൊട്ട് താഴെ നിൽക്കുകയും ചെയ്യണ നിലയിലോട്ടാണ് മനുഷ്യൻ വളരേണ്ടതാണ് ഞാൻ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരാളെ എനിക്ക് കിട്ടി, പുലിമടയിലെത്തി. ആ പുലിമടയിൽ എന്നെ കൂടെ പുള്ളി പിടിച്ച് കിട്ടി. അല്ല, അവിടെ പറഞ്ഞു വെച്ചതിൽ നിന്ന് തന്നെ ഒരു വലിയ പോയിന്റ് ആട്ടോ. ഈ സിനിമയിലും അതേപോലെ തന്നെ താങ്കളെ മാറ്റി നിർത്തുന്ന ഒരു ഘട്ടം എത്തി എന്ന് പറയും. അല്ല, ഇതിനകത്ത് വേറൊരു പ്രോജക്റ്റിനകത്താണ് ഈ ടീമിന്റെ വേറൊരു പ്രോജക്റ്റ്. അത് ഈ ടീമിന്റെ തന്നെ അല്ല, പുലിമടയിലല്ല. അല്ല, ഓക്കെ ജോജു അഭിനയിക്കുന്ന ജോജു അഭിനയിക്കുന്ന സിനിമയിൽ മറ്റ് ടീമുകൾ മറ്റുള്ള ഇതാണെന്ന് ഓർത്തുമ്പോൾ ഞാൻ പറഞ്ഞ ഒരിക്കലും പറ്റില്ല. ഈ പറഞ്ഞ പൊളിറ്റിക്സുകളും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സിനിമയ്ക്കകത്ത് ഉണ്ടെന്ന് അറിയുന്ന ആളാണ് ഞാൻ. എന്നെ വിളിക്കുമ്പോഴും എനിക്കറിയാം എന്നെ ഇത് മാറ്റാൻ പോകണമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അതിനകത്ത് എന്നെ ഞെട്ടിച്ച കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ, തീർച്ചയായിട്ടും ജോജുണ്ണന്റെ വളർച്ച ആസ് എ ഹ്യൂമൻ ബീങ്. ഇയാൾ ഇത്ര നിലയിൽ എങ്ങനെ എന്നെ ഹാൻഡിൽ ചെയ്യും? ഞാനൊരു സാധാരണ ആളാണ്, സിനിമയിൽ ഒന്നുമല്ല ഞാൻ. എന്നെ എന്തിന് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? ആ പ്രൊട്ടക്ഷൻ അവിടെ നിന്ന് ഉണ്ടാവും. ഒരിക്കലും സിനിമാക്കാരൻ ചെയ്യില്ല, ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ ചെയ്യില്ല. ആര് ചെയ്യും? ഒരു ഹ്യൂമൻ ബീങ്ങേ ചെയ്യുള്ളൂ. ഒരു കലാകാരൻ, അത്ര സ്ട്രഗിൾ ചെയ്തൊരു കലാകാരനെ എന്നെ മനസ്സിലാക്കാൻ പറ്റും. അവൻ വിഷമിക്കും, ഇല്ലേ? അല്ലെ, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ ചെയ്തു ഓൾറെഡി. അപ്പോൾ അത് എന്നെ കീപ്പപ്പ് ചെയ്യുന്ന ആ മെൻറ്റാലിറ്റിയോട്ടുള്ള അയാളുടെ വ്യക്തിത്വം വളർന്നു, അയാളുടെ സാഹചര്യങ്ങൾ, അയാൾ അത്ര വലിയ നിലയിൽ. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ഈക്വലായിട്ടാണ് കാണുന്നത്. ചിലവർ ഇങ്ങനെ കല ഇത്ര വളർന്നു നിൽക്കും, സ്വഭാവം ഇവിടെ നിൽക്കും. പക്ഷേ ഞാൻ ജോജുണ്ണനെ കാണുന്നത് ഇങ്ങനെയാണ്, ബാലൻസിങ് ഉണ്ട് ഭയങ്കര. ഞാൻ അങ്ങനെ അത് ഇൻസ്പയറിംഗ് ആണ് ആക്ച്വലി. ഞാനൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കും, ഇനി വരുന്ന എൻ്റെ മോളെ പാട്ടിപ്പോൾ പഠിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കണേതാ, നമ്മൾ കല കൊണ്ട് നമ്മൾ വളരും, പക്ഷേ ഇത് നമ്മൾ പൊക്കിയാലേ പൊങ്ങും എന്ന് പറയും. കൃത്യമാണ്. ഈ ജോജുവെ സംബന്ധിച്ച് നമുക്കറിയാം, ജോജു നല്ല മനസ്സാക്ഷിയുള്ള ഒരാളാണ്. ഇല്ല എന്ന് നമുക്ക് പറയാം. സിനിമാ മേഖല നല്ല മനസ്സാക്ഷിയുള്ള ആളാണ്. ഈ പറഞ്ഞ പോലെ ഏത് രാത്രിയാണെങ്കിലും കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അത് കൃത്യമായ ഒരു പോയിന്റ് തന്നെയാണ്. എനിക്കും അനുഭവമുള്ള. എനിക്ക് നേരിട്ട് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോഴാണ് നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു, ഇത്രയും സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് എടുത്ത് കളയുകയും ഒരു വിലയില്ലാതെ നമ്മളെ ട്രീറ്റ് ചെയ്യും. എന്തു പറയാണ്, അയാളെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലോട്ട് നമ്മളെ എന്തു പറയാൻ പുച്ഛിച്ച് തള്ളുന്ന തലത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും. അത് ഇങ്ങനെയുള്ള ആളിനെ പറ്റും. മറ്റേതെല്ലാം ബിസിനസ് സൈഡാണ്. നമ്മളെ വിളിക്കുമ്പം ഒരു പടമുണ്ട്, കുറച്ച് ബഡ്ജറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് തുടങ്ങണ തന്നെ. ഇത് എൻ്റെ അടുത്ത് പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് വയലിൻസ് അവിടെ വായിപ്പിക്കാം. ഞാൻ പറഞ്ഞാൽ ചേട്ടാ ബുഡാപെസ്റ്റിൽ വായിപ്പിച്ചാലോ, നീ അറേഞ്ച് ചെയ്യോ? ഞാൻ പറഞ്ഞു, ഞാൻ സ്കോറൊക്കെ അറേഞ്ച് ചെയ്യും, കുഴപ്പമൊന്നുമില്ല, പിന്നെ നീ ബുക്ക് ചെയ്യും. അങ്ങനെ അല്ല, പിന്നെ അങ്ങ് പറയാം, ഞാൻ പിന്നെ ബുഡാപെസ്റ്റിൽ ഹംഗറിയിൽ വായിപ്പിക്കുന്നു, അതിനൊരു 6 ലക്ഷം 7 ലക്ഷം രൂപ ചിലവാണ്. അപ്പം ഇതൊന്നുമല്ല, എനിക്ക് ആ സൗണ്ടിങ്, ആ ക്വാളിറ്റി അതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത്തരത്തിലോട്ടൊരു പ്രൊഡ്യൂസറായി ജോജു അണ്ണൻ വരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞു, എനിക്കൊരു ഡ്രീം വർക്കാണ് ഈ പുലിമട.
കുറേ സമയം എടുത്തു. ചിലപ്പോൾ നമ്മൾ അടി കൂടും, ഫൈറ്റ് ചെയ്യും. നീ എന്തുകൊണ്ടാ ഈ പാട്ടിനെ തൊലിക്കുന്നൊക്കെ ചോദിക്കും. ജോജോന്റെ സ്വഭാവം പൊട്ടിത്തെറിക്കും. പക്ഷേ ഈശാനെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ഇത് രണ്ട് എക്സ്ട്രീം ആസ്വദിക്കണ കാണണം. അത് എൻ്റെ അടുത്ത് പറയാം. ചില വരിയൊക്കെ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ അളിയൻ വന്നിങ്ങനെ എന്ന് അഭിനയിച്ച് കാണിക്കണം, ഞാൻ ഈ ഷോട്ടിൽ ഞാൻ ഇങ്ങനെടാ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയാം. അത്ര ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു കലാകാരൻ, അത്ര ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു വർക്ക്. എൻ്റെ ഭാര്യ പറയും, നീ ആദ്യമായിട്ടാണ് ഇവിടെടുത്ത് എനിക്ക് ജോജോണ്ണെ കണ്ടൊരു അവാർഡ് കൊടുക്കുന്നത്, എന്നെ ഇത്രയും പിടിച്ചിരുത്തിയ ഒരു വർക്ക്. മറ്റേതൊക്കെ തൂക്കിയിട്ട് കൃത്യമായിട്ടാണ് വൈഫ് കണ്ടുപിടിച്ചാണ്. നിങ്ങളുടെ മേഖലയിൽ തന്നെയാണ് പാരകൾ? എനിക്ക് അങ്ങനെ പാരകളൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. നമ്മളെ ഈ വ്യക്തി നമ്മളെ കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ ഒരു ഇതിരല്ലേ അത്ര പോരാ എന്ന് പറയണ ആൾക്കാരില്ലേ, അതുപോലെ തന്നെ എന്നെ കാണുമ്പോഴും ഒരാൾ നമ്മളെ ഇങ്ങനെ കണ്ടളക്കുന്ന ആൾക്കാരാണ് കൂടുതൽ മലയാളികൾ. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ് തേർഡ് പേഴ്സൺ പറഞ്ഞിട്ട് ഇതിരല്ല അയാൾ മോശം കേട്ടാ എന്ന് പറയുമ്പോൾ ഞാൻ മോശം തന്നെ അന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ എടുക്കുന്ന ആളല്ല. എനിക്ക് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൊലയാളിയായിരിക്കും, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ നേരത്തെ പറഞ്ഞില്ല, പാര എന്ന് പറഞ്ഞൊരു പരിപാടി ഈ ഇൻഫ്ലുവൻസ് ആണല്ലോ. നേരത്തെ പറഞ്ഞു, ഇപ്പം ഞാൻ വേണ്ടാന്ന് പറയുമ്പം ഒരാൾ അപ്പുറത്തിരിക്കുന്ന ആൾ അതെന്താ വേണ്ടാന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുന്ന ഒരാൾ വേണമല്ലോ അവിടെ. ഈ പാര എന്ന് പറയണത് ഇവിടെ ഇരുന്നാലും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആരെന്ന് അനുസരിച്ചിട്ട് അവരുടെ വ്യക്തിത്വം ഇല്ലാമായിരിക്കും നമ്മുടെ ഭാര്യയായിട്ടും വരുന്നത്, അത്രേ ഉള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആർക്ക് വേണം ആരെക്കുറിച്ച് എന്ത് വേണം പറയാം, പക്ഷേ ഇത് കേൾക്കണവൻ ആരായിരിക്കും എന്നുള്ളതാണ്. അതാണ് പോയിന്റ്. അതാണ് ഈ വേണ്ട എന്ന് പറഞ്ഞവരെ പിന്നെ കണ്ടിട്ടുണ്ടോ? വേണ്ട എന്നൊക്കെ പറഞ്ഞവരെ ഇല്ലില്ല. എനിക്ക് ഈ മത്സരത്തിനോട് പണ്ടേ താല്പര്യമില്ല ആക്ച്വലി. ഞാൻ ആർക്കും എൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യണ സ്റ്റേജിൽ വേണ്ട എന്ന് പറഞ്ഞൊരു ഇനിയൊരു സിനിമയ്ക്ക് വിളിച്ചാൽ പോവോ? പിന്നെ ഉറപ്പായിട്ട് പോകുമല്ലോ, ഉറപ്പായിട്ട് പോകും. എനിക്ക് എൻ്റെ വർക്കാണ്. ഞാൻ പറയാം, എനിക്ക് മ്യൂസിക്കിനടുത്ത് ഒരു കോമ്പറ്റീഷനും ഇല്ല, എനിക്ക് മ്യൂസിക്കിനടുത്ത് ഒരു റിവെഞ്ചും ഇല്ല, നത്തിങ്. പ്ലെയിനാണ് എപ്പോഴും. ഒരു എന്തു പറയാൻ, അങ്ങനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എൻ്റെ മൈൻഡിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ മൂവ് ചെയ്യണത്. താരാപഥം കേൾക്കുമ്പോൾ കരയുമെന്ന് പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും സങ്കടം തോന്നിയ നിമിഷം ഏതായിരിക്കും? ഈ പാട്ടും കേട്ട് നമുക്കുണ്ട ഒരു അനുഭവം വെച്ച് കരഞ്ഞിരിക്കുന്ന എപ്പോഴായിരിക്കും? അല്ല, നമ്മുടെ ഒരു അനുഭവം ഈ പാട്ടും കേട്ടു ഈ അനുഭവത്തിലാണ് ഈ പാട്ടുകളൊക്കെ. ആ സന്ദർഭം എപ്പോഴായിരിക്കും? അല്ല, ഏറ്റവും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ എനിക്കുണ്ടോ ഒരു ദുഃഖം ഉണ്ടായ ഒരു അനുഭവം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ടായ ഒരു അനുഭവം. ഞാൻ അങ്ങനെ പറയണ്ട, ഈ താരാപഥം പറയണ്ട, ഞാൻ വേറെ പാട്ട് പറയാം. ആക്ച്വലി എൻ്റെ ഞാൻ പറഞ്ഞ നേരത്തെ ഭയങ്കര ഡാർക്കസ്റ്റ് സ്റ്റേജൊക്കെ ഉള്ള ലൈഫ് ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് എൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അതൊരു 18 വയസ്സിലാണ് അമ്മ മരിച്ച്. അപ്പം ഞാൻ ആലോചിക്കും, ഇനിയിപ്പം നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു 18 വയസ്സിൽ അപ്പം വളരെ ഒരു യാഥാസ്ഥിക കുടുംബമാണ്. എൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പാട്ടൊക്കെ പഠിപ്പിച്ച് ജീവിക്കണതാണ്. അപ്പോൾ രാത്രികളിൽ എൻ്റെ വികാരങ്ങളെ, അല്ലെങ്കിൽ ഞാൻ കരയുന്നതും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വരില്ലായിരുന്നു രാത്രി. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒരു വരി എഴുതിയിട്ടുണ്ട് എന്നെക്കുറിച്ച്. എന്നെക്കുറിച്ച് ഞാൻ തന്നെ എഴുതിയ തേങ്ങാക്കുല ആടുന്നു ഇളങ്കാറ്റിൽ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു കവിത. അത് 2 വരി ഞാൻ പറയാം. പക്ഷേ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ സ്വന്തം റാപ്പായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വരിയാണ്. അന്ന് പട്ടിണിക്ക് പതിവായി പാടിത്തന്ന പാട്ട് എൻ്റെ അച്ഛൻ, കൂട്ടുപോലെ തോളു ചേർന്ന അച്ഛൻ എൻ്റെ ഹാർട്ട്, മരണത്തിൻ മണിയെണ്ണി താരാട്ട് പാട്ട് എൻ്റെ അമ്മ, വഴിയില്ലാതലഞ്ഞെൻ്റെ ചിന്തയ്ക്കില്ല കൂട്ട്, എന്നെ ആരും ഒന്നും ചെയ്തില്ല, പാടിപ്പാടി ഉറക്കിയ ഗുലാമലി പാട്ട് എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗുലാമലി ഗസൽസ് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് മീൻസ് നേരത്തെ പറഞ്ഞു, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ ചിലപ്പോൾ എന്താ പറയുക, റോയാ കരേംഗെ ആപ് ഭി പെഹറോ ഇസീ തറാ, ഇങ്ങനെ കിടക്കുമ്പോൾ ശരിക്കും ഒരു ഇത്തരത്തിൽ മാനസികാവസ്ഥയുള്ള ഒരു ചെറിയൊരു കുഞ്ഞു പയ്യൻ ഇതെങ്ങനെ എനിക്ക് അന്ന് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാമായിരുന്നു. ഞാൻ എന്നും കൂടെ എൻ്റെ ഫ്രണ്ട്, ഇപ്പോൾ അനീഷ് രാജ വന്നില്ലേ, മിസ്റ്റർ ഇന്ത്യ, അവനൊരു പാട്ട് പഠിക്കുക. അവൻ്റെ അടുത്ത് ഞാൻ പറയും ഇങ്ങനെ മറ്റേ അപ്നി തസ്വീർ കോ आँखों से लगाता क्या है नजर मेरी तरफ ही എന്നൊക്കെ പറഞ്ഞുള്ള ഗസൽസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, ആ ഗസൽസ്, ഗുലാം അലി ഗസൽസ് ആണ് എൻ്റെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും രാത്രി കിടക്കുമ്പോൾ ഈ പാട്ടുകൾ കേട്ട് കരഞ്ഞ് എൻ്റെ വൈപ്പ് ഔട്ട് ചെയ്ത്, കരയില്ല, ഇൻസൈഡിലാണ് കരച്ചിൽ, വെളിയിലോട്ടില്ല എന്ന നിലയിലോട്ട് വരികയും പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട്. ഈ ഗുലാം അലി പാട്ടുകളിൽ പിൽക്കാലം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്, സിംഗിങ്ങിലും ബാലഭാസ്കറിൻ്റെ അടുത്ത് എത്താൻ വരെ കാരണം അതാ.
എൻ്റെ അടുത്ത് ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഗുലാമലിയുടെ ഗസൽ പാടുന്നൊരു പയ്യൻ സുവോളജിയിൽ ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ട്, അവനെ നമുക്ക് ടീമിലോട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പം അത്തരത്തിലോട്ട് എന്നെ പല സ്ഥലത്തും, അപ്പം ബാലുവണ്ണൻ അന്ന് പ്രേമിക്കുന്ന സമയമായിരുന്നു. അപ്പം ലക്ഷ്മി ചേച്ചി അടുത്ത് കൊണ്ടുപോകണേ, ഒരു പയ്യൻ മറ്റേ ഭയങ്കരമായിട്ട് ഗസൽ പാടുന്ന ഒരു പയ്യൻ സുവോളജിയിലുണ്ട്, എൻ്റെ അടുത്ത് ഒരു ഗസൽ പാടി. ഞങ്ങൾ എല്ലാവരും കൂടെ വളഞ്ഞിരിക്കുമ്പോൾ ഈ പാട്ട്, അന്ന് പാടിയ പാട്ട് ഹരിഹരൻ സാബിൻ്റെ ഒരു പാട്ടാണ്. പെട്ടെന്ന് मैं ख्याल हूँ किसी और का, मुझे सोचता कोई और है, सरे आईना मेरा अक्स है, पस आईना कोई और है, मैं ख्याल हूँ. എന്നിട്ട് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എടുത്ത് ഇതിൻ്റെ മലയാളം എഴുതിയിട്ട് ഇതിനകത്ത് ലൈറ്റ് മ്യൂസിക്കിന് പാടാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ നിന്റെ കൺകളിൻ മലരമ്പുകൾ എൻ്റെ ജീവനിൽ തറയുന്നുവോ, നിന്റെ കൺകളിൻ മലരമ്പുകൾ എൻ്റെ ജീവനിൽ തറയുന്നുവോ, നിന്റെ രൂപവും നിന്റെ ഭാവവും മറയാതെയായി എൻ്റെ ജീവനിൽ, നിന്റെ രൂപവും നിന്റെ ഭാവവും മറയാതെയായി എൻ്റെ ജീവനിൽ, മെഖയാലും എൻ്റെ ഓർമ്മയിൽ തെളിയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പരിപാടികളൊക്കെ. ലക്ഷ്മിക്കാണോ? ലക്ഷ്മിയുടെ അടുത്ത് എങ്ങനെയായിരുന്നു അവതരിപ്പിക്കുന്നത്? അല്ല, ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ ഇങ്ങനെയാണ്, എടാ ഇങ്ങനെ സുവോളജി ഒരു പയ്യനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇവർ അതാണ് നമ്മളെ കോളേജ് ലൈഫ് എല്ലാം. എൻ്റെ ഒരു ബർത്ത് പ്ലേസ് ആണ് ആക്ച്വലി യൂണിവേഴ്സിറ്റി കോളേജ്. ആസ് എ ഹ്യൂമൻ ബീങ്, നേരത്തെ പറഞ്ഞല്ലോ, ഇനി ഇല്ല എന്ന് വിചാരിക്കുന്ന ലൈഫ്, ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു അടഞ്ഞ ഒരു ലൈഫ്, ഇനി എങ്ങനെ രക്ഷപ്പെടും. എൻ്റെ അമ്മ മരിക്കുമ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ ക്യാൻസർ പേഷ്യൻ്റ്, ബ്രസ്റ്റിലായിരുന്നു ക്യാൻസർ. അപ്പോൾ 2-3 സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ അടുത്ത്, രാവിലെ അമ്മ ഇത്രയും പ്രശ്നമുള്ളപ്പോഴും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അവിടെ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ അല്ല ഇനി എന്താവോ. അന്ന് നമ്മളെ ഭയങ്കര തലകറിച്ച ഒരു 16-17 വയസ്സ് അറിയാമല്ലോ. പക്ഷെ ഞാൻ പ്രശ്നക്കാരനല്ല, തറുതല പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഇനി എന്താവും, നീയൊക്കെ ഇനി എന്താവും, എൻ്റെ കൊച്ചെന്താ, എൻ്റെ അനിയത്തി, നിങ്ങളിനി എന്താവും എനിക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം. ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മയില്ല എന്നുള്ള അവസ്ഥയിലാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അമ്മ മരിച്ചു ആ ഡേയിൽ തന്നെ മരിച്ചു. ഈ സംസാരിക്കുന്ന ഡേയിൽ മരിച്ചു. ഞാൻ തിരിച്ച്, എന്നെ ഈ ക്വസ്റ്റ്യനാണ് എന്നെ ഇതുവരെ ഹോണ്ട് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഞാൻ കിടക്കും, നീ എന്താവും എന്നുള്ള ക്വസ്റ്റ്യനാണ്, നീയൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവർ അനിശ്ചിതാവസ്ഥയാണ്. ഞാൻ പറഞ്ഞ അവിടെ നിന്ന് കളർ ഓഫ് ലൈഫ്, ഈ ജീവിതം എത്ര വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ്, ഇത്രയും ആൾക്കാരുടെ സ്നേഹം എന്നുള്ള നിലയിലോട്ട് ജീവിതം എവിടെയോ പോയി. നേരത്തെ പറഞ്ഞില്ലേ, ഒരു പോയിന്റിലോട്ട് തിരിച്ചു വരാം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയോ എന്നിട്ട് ചോദിച്ചില്ലേ, ഞാൻ എത്തിക്കഴിഞ്ഞു. ആക്ച്വലി ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിതം കൊണ്ട്. അല്ലാതെ നേരത്തെ പറഞ്ഞു എല്ലാവരും വിചാരിക്കും എൻ്റെ ജീവിതം അമ്മയുടെ വാക്കും, അത്രേ ഉള്ളൂ. ബിക്കോസ് അതിൻ്റെ ഒരു പൂർണ്ണത എന്തെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ്, എനിക്ക് 5 ഫ്ലാറ്റ് ഉണ്ടോ, എനിക്ക് ബെൻസ് കാറുണ്ടോ, പക്ഷേ അതിലപ്പുറത്തോട്ട് എനിക്കിപ്പം കിടന്നാൽ ഉറങ്ങാൻ പറ്റും, എനിക്ക് എല്ലാവരോടും ചിരിക്കാൻ പറ്റും, എല്ലാത്തിനോടും ഒരു പോസിറ്റീവ് അപ്രോച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത്. അറ്റ് ദ സെയിം ടൈം മറ്റേനോട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വേറൊരു വാക്കും കൂടെ പറയുന്നുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഞങ്ങളെപ്പോലുള്ള ഈ ഇങ്ങനെയുള്ള സ്ഥിതി വന്ന ആൾക്കാർ, ഒന്നിൽ ഡു ഓർ ഡൈ. ഞാൻ തോക്കുമോ ജയിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ മരണം വരെ ട്രൈ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അച്ഛനോട് എപ്പോഴും പറയാനുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ച കൂടെ വരുമ്പോഴും ഞാൻ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കും. അച്ഛൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് എല്ലാ ലൈഫിലെ എല്ലാ സ്റ്റേജുകളിലും. ഞാൻ പറയണതിന് കേൾക്കാൻ മക്കളെ ശരിയാണല്ലോ എന്ന് പറയണ ഒരു അച്ഛനാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോസിറ്റിവിറ്റിയും നമ്മുടെ ലൈഫിനകത്ത് ഉടനീളമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മ്യൂസിക് തന്ന ഐഡിയോളജിയാണ് കേട്ടോ ഇതെല്ലാം. ആ ഫിലോസഫിയും നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ തോട്ട്സും എല്ലാം റെഗുലേറ്റ് ചെയ്യണത് ഗുലാമലി ഗസൽസും ഹരിഹരൻ സാബും ഈ പറഞ്ഞ പഞ്ചരത്ന കീർത്തനങ്ങളും അച്ഛൻ പഠിപ്പിച്ച കുഞ്ഞു കുഞ്ഞു പാട്ടുകളും നമ്മളെ ഡെയിലി ആൾക്കാർ പാടിക്കേൽപ്പിക്കുന്ന പാട്ടുകളും നമ്മൾ പാടുന്നത് എല്ലാം. അമ്മയുടെ ഒരു മരണം വലിയ ഞാൻ പറഞ്ഞു, നമ്മളൊരു യാഥാസ്ഥിക ചെറിയ ഒരു കുഞ്ഞു ഫാമിലിയാണ്. അപ്പോൾ നമുക്ക് അറിയില്ല ഇതെന്ത് സംഭവിക്കും, എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ. എനിക്കൊരു 6-7 വർഷം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ തിരിച്ച് വെളിയിറങ്ങാൻ. അതൊരു ഭയങ്കര, അത് കുഞ്ഞു പ്രായമല്ലേ. അപ്പം അതൊരു അനിയത്തി, അച്ഛനെയും
അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊരു 18 വയസ്സുള്ള സമയത്ത് എൻ്റെ അച്ഛൻ ആ സമയത്തൊന്നും ജോലിയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. 18 വയസ്സോട്ട് ഞാൻ ഏൺ ചെയ്ത് തുടങ്ങി. പാട്ടൊക്കെ പാടി 100 രൂപ കിട്ടും, ചിലപ്പോൾ 200 രൂപ കിട്ടും, 500 രൂപ കിട്ടും. ഇപ്പം ഭയങ്കര പൈസയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ആദ്യമായിട്ട് കുറച്ച് നോക്കണം, അനിയത്തി അതെ, എനിക്ക് ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ ഒരു 2000 രൂപ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു മതിലാണ് കിട്ടിയത് ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിരുന്നു വീട്. വളരെ കുഞ്ഞു വീടിൻ്റെ, എൻ്റെ അമ്മ മരിക്കുന്ന സമയത്തൊരു ലോണൊക്കെ എടുത്ത് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു സാധാരണ ഒരു ഓടിട്ട വീട്. ആ വീടൊക്കെ ഞങ്ങൾ വിറ്റു പിന്നെ പിൽക്കാലത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്രയ്ക്കും എനിക്ക് ജീവിതം കെട്ടിപ്പടിക്കാനുള്ള ഒരു അന്നേ ഉണ്ട്. ആക്ച്വലി എനിക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യണം, എൻ്റെ കാര്യങ്ങൾ ചെയ്യണം, ഒരു സ്റ്റുഡിയോ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അതൊക്കെ എല്ലാം ഡ്രീം ഫുൾഫില്ലായി. ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഒരു ഗാനമേളയിൽ പാടണമായിരുന്നു, ഒരു ഗാനമേള സിംഗർ ആവണം. അപ്പോൾ ഞാൻ 10-20 പടം മ്യൂസിക് ചെയ്തില്ലേ. അപ്പോൾ അത് ഭയങ്കര സ്ഥലത്താണ് ഞാൻ നിൽക്കണമെന്ന് മനസ്സിലാക്കുന്ന ആളാണ്. അനുജത്തിയെ കൈ പിടിച്ച് നിന്നിട്ടാണ് അമ്മ പോയത്. അതെ അല്ലേ? അനുജത്തി ചേട്ടൻ ഇത്രയും ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആരും. ഇനി എന്ത് ഞാൻ അനുജത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യം, എന്റെ സ്ഥലം തിരുവല്ലമാണ്. അപ്പൊ എന്നെ ആൾക്കാർ ഭയങ്കര അത്ഭുതത്തോടെ നോക്കണേ, ഇവൻ ഇത് എങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ അങ്ങനെയാണ്, സീരിയസ്ലി ഞാൻ തമാശ പറയണല്ല. എപ്പോഴെങ്കിലും ഒരു സമയത്ത് തിരുവല്ലത്തോട്ടോ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ചോദിച്ചാൽ മതി ഷാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ പറയാം, എൻ്റെ അച്ഛൻ സാധാരണ ഒരു മണൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അവിടെ നിന്ന് മ്യൂസിക് വിടാതെ എൻ്റെ അച്ഛൻ ഇപ്പോഴും പാട്ട് പഠിക്കുന്ന ആളാണ്. ആ പാഷൻ, ഞാൻ ഒരു സംഭവം പറയാം. ഞാൻ ഇടയ്ക്ക് എൻ്റെ അച്ഛനൊരു മ്യൂസിക് ട്യൂഷൻ പിടിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മണി ഓറിയൻറ്റഡ് അല്ല എൻ്റെ തിങ്കിങ് എന്ന് പറഞ്ഞതിന് എന്നെ വില വെക്കേണ്ട. ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ അച്ഛനെ ഞാൻ ഒരു ട്യൂഷൻ പിടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഇഷാൻ ദേവ് ആണല്ലോ, പിന്നെ ചോദിച്ചു ഇഷാൻ ദേവ് എൻ്റെ ഒരു കുഞ്ഞിനെ പാട്ട് പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു ആളെ സെറ്റ് ചെയ്യാം, ഇഷാൻ ദേവിൻ്റെ അച്ഛൻ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു പിന്നെ എന്താ വരില്ല. ഞാൻ പറഞ്ഞു അച്ഛൻ 4 ക്ലാസ് ഉണ്ട്, എടുത്താൽ മതി, ഏകദേശം ഒരു 2000 റുപ്പീസ് ഫീസും കിട്ടും. ഓക്കെ നോക്കാം. കട്ട് ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് എന്നെ വിളിച്ച്, മക്കളെ ഈ 2000 രൂപയ്ക്ക് എങ്ങനെ പഠിപ്പിക്കും, 4 ക്ലാസ്, ഒരു 8 ക്ലാസ് ഇങ്ങനെ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവരുടെ ഉള്ളിൽ പാഷൻ എങ്ങനെ റൈഡ് ചെയ്യണം. അവർ ഒരിക്കലും ഇത് മണി ഓറിയൻറ്റഡോ അല്ല,